8-ാം നാളിന് പ്രത്യേകതയുണ്ട്. അത് ലോകം മുഴുവനും പ്രസംഗിക്കണം. ഞാൻ പോകുന്നുണ്ട്. സ്തോത്രം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുണ്ട്. അതിന് ഒരു വാക്യം വായിച്ചാൽ ലേവ്യപുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യം പെട്ടെന്ന് ഒരാൾ എട്ടാം ദിവസം മോശ അഹരോനെയും പുത്രന്മാരെ ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചു. അഹരോനോട് പറഞ്ഞെന്തെന്നാൽ, ഈ പാപയാഗത്തിനായി ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെയും ഹോമയാഗത്തിനായി ഊനമില്ലാത്തൊരു ആട്ടുകൊറ്റനെയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. 8-ാം നാൾ നീ എന്ത് ചെയ്യണം? അർപ്പിക്കണം. ആ അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കണം. ഇപ്പൊ വായിക്കണം, പിന്നീട് വീട്ടിൽ ചെന്നിട്ട് അതിന് ഒടുക്കുന്ന വാക്യങ്ങൾ വായിച്ചു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർക്ക് സാഷ്ടാംഗം വീണു. 8-ാം നാൾ യാഗം കഴിഞ്ഞപ്പോ എവിടുന്നാണ് നീ പുറപ്പെട്ടു വന്നത്? അതൊന്നൊരു നീയാ. ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന ദിവസമാണ് 8-ാം നാള്. നീ യാഗമർപ്പിക്കുമ്പോൾ 8-ാം നാൾ നീ യാഗമർപ്പിക്കാൻ തുടങ്ങിക്കോ. അന്ന് ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട നിന്റെ യാഗത്തെ ദഹിപ്പിക്കും. ദൈവത്തിന് അത് പ്രസാദമുള്ള യാഗമായി മാറും. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? ഇതിനെ പറ്റിയാണ് മനസ്സിലാക്കിയത്. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. മറന്നുപോയി. 3 P പറ്റിയാണ്. ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു? 3 P. പറഞ്ഞോ? ശരിയാ. പാനിക്, പ്രയർ, പാനിക് ടേൺസ് പ്രയർ, പ്രയർ ടേൺസ് പ്രൈസ്. പ്രതികൂലം എന്തായിട്ട് മാറും? പ്രാർത്ഥനയായും പ്രാർത്ഥന പാട്ടായും മാറും. സ്തോത്രം. 3 പായ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? 3 പായ. സ്തോത്രം. 3 പായ അല്ലെന്നുണ്ടെങ്കിൽ 3 പി. സ്തോത്രം. ഇംഗ്ലീഷിൽ പി ആയിരിക്കട്ടെ, മലയാളത്തിൽ എന്തായിരിക്കട്ടെ? പായ ആയിരിക്കട്ടെ. ഇത് മറക്കത്തില്ല. ഇനി മറങ്ങോ? നമ്മുടെ പാനിക് സിറ്റുവേഷൻ അല്ലെന്നുടെ പ്രോസിക്യൂഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അതെന്തായിട്ട് മാറണം? പ്രാർത്ഥനയായിട്ട് മാറണം. ആ പ്രാർത്ഥന നിന്റെ പാട്ടായിട്ട് മാറണം. ഹല്ലേലൂയ, സ്തോത്രം. Your panic situation turns to prayer and prayer turns to praise. Amen. Hallelujah. Hallelujah. ഞാൻ നമ്മുടെ പ്രതികൂലത്തെ കണ്ടുകൊണ്ട് കർത്താവിന്റെ ദാസൻ പറയാനിടയായി, ഉണങ്ങിയ അസ്ഥികൾ നിന്റെ ശവക്കുഴി ഞാൻ തോണ്ടും. ഹാലലുയ. ഞാൻ നിന്റെ ശവക്കുഴി തുറക്കും. ലോകത്തിൽ ഒരു വ്യക്തിക്കും ശവക്കുഴിയെ തുറക്കുവാൻ സാധ്യമല്ല. അതിന് പ്രത്യേക ഓർഡർ വേണം. ശവക്കുഴി മാന്തണമെന്നുണ്ടെങ്കിൽ, ശവം തുറക്കുന്ന എടുക്കണമെന്നുണ്ടെങ്കിൽ. എന്നാൽ എന്റെ ദൈവം പറയാണ്, നിന്റെ പ്രതികൂലത്തെ സാഹചര്യത്തെ ഞാൻ തുറന്നു മാറ്റി. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ മുന്നേ ഞാൻ അതിനെ മാറ്റിയിട്ട് നിന്റെ പാട്ടാക്കി മാറ്റുന്നില്ല. എന്റെ ദൈവമാണ് ശക്തൻ. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അതിന് ആധാരമായിട്ട് നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. എല്ലാം പറയണ കയ്യിൽ തപ്പെടുത്തു. അടുത്ത വാക്യം. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവരുടെ പിന്നാലെ ചെന്നു. സ്ത്രീകൾ എല്ലാവരും പിന്നെന്തെടുത്തു? എല്ലാ സ്ത്രീകളും തപ്പെടുത്തു. അപ്പൊ ഇവരുടെ കയ്യിലെല്ലാം എന്തുണ്ടായിരുന്നു? നമ്മളത് ചിന്തിച്ചു നോക്കിയ. അവര് മിസ്രൈമിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 430 വർഷം. ഈ 430 വർഷവും ഇവര് നല്ല സുഖവാസമായിരുന്നു. കുറച്ചേറെയാണ് സുഖമായിരുന്നു. അതിനുശേഷം പിന്നെന്തായി? കഷ്ടതയായിരുന്നു. എന്തായിരുന്നു കഷ്ടത? ഇഷ്ടിക ചൂടുക. ആർക്ക് വേണ്ടിയാ? ഫറവോന് വേണ്ടി ജോലി ചെയ്യുക. ഫറവോന് വേണ്ടി പണി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇവർക്ക് ആരാധിക്കാൻ സമയമുണ്ടോ? പണ്ട് ആരാധിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ ഇപ്പൊ. അപ്പൊ ഈ തപ്പുകളൊക്കെ എവിടെ വെച്ചിരിക്കുക? സ്വോത്രം. പ്രയോജനമില്ലാതിരിക്കുന്ന തപ്പുകളാ. സ്വോത്രം. മിരിയാമിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. എത്ര വയസ്സുണ്ടായിരുന്നു?
90. ആ കാരണം 90 വയസ്സുണ്ടായ കാര്യം കാരണം ഒന്ന് പറഞ്ഞു. മോശ 80, മോശയുടെ ഏട്ടനായ അഹ്റോന് 83, അപ്പൊ അതുകൊണ്ട് 90 വയസ്സ്. വേദ പണ്ഡിതാക്കൾ പറയുന്നത് കർത്താവിന് എത്ര വയസ്സുണ്ട്? 90 വയസ്സെന്നാണ് വേദ പണ്ഡിതാക്കൾ പറയുന്നത്. സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞായിരുന്നു വേദ പണ്ഡിതാക്കൾ പറയുന്നത് 90 വയസ്സ്. ഈ സഹോദരിയോട് നമുക്കൊന്ന് യോജിക്കാം. മോശ ജനിച്ചപ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? മോശ ജനിച്ചപ്പോൾ അവൻ സുന്ദരൻ കണ്ടിട്ട് 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയാനാണ് കാരണം ആദ്യം പറഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളുണ്ടോ എന്ന്. സ്വതന്ത്രം. കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ കുഞ്ഞുങ്ങള് കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് നിന്ന് മാറത്തില്ല. ഇല്ല ചങ്ങനല്ലയോ? പക്ഷെ കണ്ട അച്ഛൻ നല്ല പരിശീലനമുണ്ട്. സ്വതന്ത്രം. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സ്വതന്ത്രം. അപ്പച്ചന്മാരുടെ അപ്പച്ചന്മാർ പറഞ്ഞു ആണ് കൊച്ചു കുഞ്ഞുങ്ങളെന്ന് ഇവരെ ഇടയ്ക്കൊന്നും മാറത്തില്ല. അന്നേരം ഞാൻ എഴുതിക്കാം മിരിയാൻ പറയുക മമ്മി നമുക്ക് കളയാൻ പറ്റത്തില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇടണം. നമ്മളെ അല്ലെന്നുണ്ടെങ്കിൽ രക്ഷയില്ല. ഇതിനെ കൊല്ലില്ല, നമ്മളെയും കൊല്ലും. വേണ്ട ചത്താലും വേണ്ടൂല. പക്ഷേ ഞാൻ ഈ കുഞ്ഞിനെ കളയത്തില്ല. കാരണം എന്താണെന്നറിയോ? ഇവനാണ് നമ്മളെ ഈ കഷ്ടതയിൽ നിന്ന് വിട്ടുവീക്കുവാൻ ഇരിക്കുന്നത്. ഇവനാണ് അവളൊന്ന് പ്രവചിക്കാൻ തുടങ്ങി. ഈ കഷ്ടതയുടെ നടുവിൽ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പ്രവചിക്കാൻ തുടങ്ങി. നീ ആരെങ്കിലും ഞങ്ങളെ വിട്ടുവീക്കും, നീ ഞങ്ങളെ വിട്ടുവീക്കും, നിന്നെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. അവള് പ്രവചിക്കാൻ തുടങ്ങിയത് ഞാൻ വിശ്വസിക്കുന്നു. നീ നിന്റെ ജീവിതത്തിന് പ്രതികൂല സാഹചര്യത്തിൽ നിന്റെ അവസ്ഥകളോട് നിന്റെ ഭാര്യകളോട് നീ സംസാരിക്കുവാൻ തുടങ്ങുക. നിന്റെ പ്രതികൂലത്തെ മാറണമെന്നുണ്ടെങ്കിൽ മാറുക തന്നെ ചെയ്യും. അവൾ പറയുകയാണ് ഞാൻ ഈ പ്രതികൂലത്തിന് ഇങ്ങനെ ഇരിക്കത്തില്ല. ഞാൻ പാട്ട് പാടുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിന് ആ ദിവസം വരും. ആ ദിവസം ഞാൻ തപ്പെടുത്ത് നൃത്തത്തോടുകൂടെ എന്നോടൊപ്പം തപ്പെടുത്ത് നൃത്തം ചെയ്യുക അനേകരുണ്ടാകും. ഹല്ലേലൂയ. അവളെ കുഞ്ഞിനെ വളർത്തി. അവൾ വളർത്തുവാൻ ദൈവം അവൾക്ക് ഭാഗ്യം കൊടുത്തു. നീ പ്രവചിക്കുവാൻ തുടങ്ങിക്കോ. നിന്റെ പ്രതികൂലത്തിനോട് ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ സാഹചര്യത്തെ മാറ്റിത്തരും. സാഹചര്യം നീ കണ്ടിട്ട് വിഷമിക്കരുത്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 15-ന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. മിറിയാം അവൾ പറയാണ് കുതിരയെയും അതിലിരുന്നവരെയും അവൻ കടലിൽ തള്ളിയിട്ടത് കൊണ്ട് നിങ്ങൾ ആർക്ക് പാട്ട് പാടണം? ആഹാ. നമ്മൾ ഒന്ന് എഴുതി ചോദിക്കുക. അതിന്റെ 14-ാം അധ്യായത്തിനകത്ത് ഒന്ന് നോക്കിയ 14-ാം അധ്യായത്തിനകത്ത് സ്തോത്രം. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. പെട്ടെന്ന് വായിച്ചു. അതിന് മോശ ജനത്തോട് എനിക്ക് വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പഠിച്ചപ്പോഴാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോഴ് അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 2-ാമത്തെ വാക്യം കൂടെ. നിങ്ങൾ തിരിഞ്ഞ് കടലിന്റെ മധ്യേ ബാൽസെഫോന് സമീപത്തുള്ള മിഹാഹീരത്തിന് അധികം പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. അതിന്റെ സമീപത്തെ സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. എന്നാൽ മരുഭൂമിയിലത്തെ അവസ്ഥ എങ്ങനെയിരിക്കും? വെള്ളമില്ല, നല്ല സുഖം അല്ലേ? സ്തോത്രം. മരുഭൂമിയുടെ അവസ്ഥ. പുറകിൽ ആരുണ്ട്? ശത്രു നിന്നെ സംഹരിക്കാൻ വരുന്നു. മുന്നിൽ ആരുണ്ട്? ചേങ്കടലുണ്ട്. സ്തോത്രം. ഈ ജനം പാനിക്കായി. ജനത്തിന് വിടുതലില്ല. ജനം വളരെ ഏത് രീതിയിൽ ഞങ്ങൾ രക്ഷപ്പെടണമെന്ന് അറിയത്തില്ല. ജനം മോശക്കെതിരായി പിറുപിറുക്കുകയാണ്. ഞങ്ങൾ അവിടെ ശവക്കുഴി ഇല്ലാതിട്ടാണോ നീ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ മരിക്കുവാൻ, മരുഭൂമിയിൽ മരിക്കുവാൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. ജനം മോശയ്ക്ക് വിരോധമായി, അഹ്റോന് വിരോധമായി പിറുപിറുത്തപ്പോൾ മോശ ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളി എന്തായിത്തീർന്നു? അവർക്ക് പാട്ടായി മാറി. ആ പ്രാർത്ഥന പാട്ടായി മാറിയത് എപ്പോഴാണ്? സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ നിലവിളി ശബ്ദം ദൈവം കേട്ടപ്പോ പറയണ മോശെ നിന്റെ കയ്യിൽ ഇരിക്കുന്നത് ആ വടി. ഹല്ലേലൂയ. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന വടി. ആ വടി സ്തോത്രം ഈ കടലിന്മേൽ നീട്ടുക. ഹല്ലേലൂയ. സ്തോത്രം. സമുദ്രം 2ആയിട്ട് പിളരുവാൻ പോവുകയാണ്. സ്തോത്രം.
അക്കരെ ചെന്ന് ഇവര് പാട്ട് പാടുകയാണ്. ഇതുവരെയും പെരുപെരുത്തു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുക? പാട്ട് പാടുക. നമ്മളെ പെറുപെറുക്കാനല്ല വിളിച്ചിരിക്കുന്നത്. പെറുപെറുക്കുന്നതിന് വരെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. മറ്റേ പീ വിട്ടിട്ട് ഈ പീയോട്ട് വാ. സ്തോത്രം. ഹല്ലേലൂയ. ആ പായ വിട്ട് ഈ പായ പ്രാർത്ഥന എന്ന പായയിലോട്ട് വാ. സ്തോത്രം. ഹല്ലേലൂയ. പെറുപെറുപ്പെന്ന പായ വിട്ടിട്ട് പ്രാർത്ഥനയാകുന്ന പായയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ മരുഭൂമിയുടെ അവസ്ഥ, അഥവാ ശത്രുവിന്റെ നിന്നെ കൊള്ളയടിക്കാൻ വരുന്ന അവസ്ഥ, അതിലെ ചെങ്കടലിന്റെ അവസ്ഥ മാറ്റി നിന്റെ വായില് ഒരു പാട്ട് വരുന്ന ഒരു ദൈവമാണ് എന്റെയും നിന്റെയും ദൈവം. ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആര് പ്രതികൂല സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടോ, ആരെങ്കിലും പ്രാർത്ഥനയാൽ അതിനെ ജീവിക്കുവാൻ സാധിക്കും. ആരെങ്കിലും അതിന്റെ മുറത്ത് നീ പ്രവചിക്കുവാൻ കർത്താവിന്റെ ദാസം പറഞ്ഞതുപോലെ അടുത്ത പായുടെ അതിനകത്ത് കേൾക്കുക, പ്രവചനമാകുന്ന പായുടെ അതിനകത്ത് കേൾക്കുക. ആരെങ്കിലും നിന്റെ ജീവിതം ആരെങ്കിലും മാറി മറിച്ച് ദൈവം നിന്റെ വാവിൽ പാട്ടിനെ തരും. ഹല്ലേലൂയ. പ്രതികൂലം കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, ചെങ്കടലിനെ കണ്ടുകൊണ്ട്, മരുഭൂമിയെ കണ്ടുകൊണ്ട്, ശത്രുവിനെ കണ്ടുകൊണ്ട് പെരുമറുക്കുന്ന അവസ്ഥ പെട്ടിട്ട് അതിന്റെ പ്രാർത്ഥന ആരംഭിക്കുക. ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവാത്മാവെ തോന്നി വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിന് അത് പാട്ടായി മാറുവാൻ പോവുകയാണ്. ശത്രുവിനെ കണ്ട് ഭയക്കുവാനല്ല, പ്രതികൂലത്തെ കണ്ട് ഭയക്കുവാനല്ല, പെരുമറിക്കുവാനല്ല, അത് പ്രാർത്ഥിക്കുവാൻ ഈ സമയം നിന്റെ ജീവിതത്തിന് അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി അതിനെ പാട്ടാക്കി തരുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവമെന്ന് ഇന്ന് രാത്രിക്കാലം ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനാധാരമാക്കി 18-ാം സങ്കീർത്തനം, സ്തോത്രം, ദാവീദിന്റെ അവസ്ഥയെ പറ്റി നിങ്ങളോട് പറയാനിടയായി. സ്തോത്രം. ഇന്ന് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലേക്ക് പോകാം. അതിനകത്തില് വേറൊരു ഹെഡിങ് കൂടെ ഞാൻ പറയാൻ പോവാണ്. ഞാനിപ്പോ സാധാരണ പ്രസംഗിക്കുന്ന ഒരു ഹെഡിങ് ആണ്. സ്തോത്രം. നിങ്ങൾക്ക് 2020 വിഷൻ ഉണ്ടായിരിക്കണം. 2020 വിഷൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് അറിയാം? കണ്ണാടി നോക്കുന്നവർക്കൊക്കെ അറിയാം ചിലർക്ക്, അല്ലേ? എന്തുണ്ടായിരിക്കണം? 2020 വിഷൻ എന്ന് പറയാ നല്ല വിഷൻ ഉണ്ടായിരിക്കും, കാഴ്ച ഉണ്ടായിരിക്കും. 2020 എഴുതാൻ 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 20-ാമത്തെ വാക്യം. സ്തോത്രം. പിന്നെ അവർ അധികാരത്തെ എഴുന്നേറ്റു തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ പുറത്താകും എന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെ നിൽക്കണം? മോശ എന്താ പറഞ്ഞേ? എന്നാ നിങ്ങൾ എന്ത് വേണം? ഒരു പ്രശ്നം കാണുമ്പോൾ ചഞ്ചലപ്പെട്ടു പോകരുത്, ഭയപ്പെട്ടു പോകരുത്, ഭീരുക്കളായി പോകരുത്. എന്റെ വിഷയത്തിന്മേൽ, പ്രതികൂലത്തിന്മേൽ എനിക്ക് വിടുതൽ ഉണ്ടാകയില്ല എന്ന് ജീവിതത്തിൽ നാവ് കൊണ്ട് പറയരുത്. വിടുതൽ തരുന്നത് നിന്റെ നാവല്ല, വിടുതൽ തരുന്നത് എന്റെ ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതിനുശേഷം യുദ്ധത്തിന് വന്നിരിക്കുകയാണ് യഹോശാഫാത്തിന്റെ നേരെ. 3 രാജാക്കന്മാർ യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. അവരെന്തിട്ട് എന്ത് ചെയ്തു? അടുത്ത വാക്യം. വലിയൊരു ജനസമൂഹം കടലിനക്കര നിന്നു ആരാമയിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവൻ എൻഗേദിനെ എന്ന അസസ്വാൻ താമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. യഹോവാസാഫാത്ത് ഭയപ്പെട്ട യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെ ഒരു ഉപവാസം അവനൊരു ഉപവാസം പ്രസിദ്ധമാക്കി. യുദ്ധം വന്നപ്പോൾ സാധാരണഗതിയിൽ ഏത് രാജാവും ചെയ്യുന്നത് ഒന്നുണ്ട്, സൈന്യത്തെ റെഡിയാക്കും. ഹല്ലേലൂയ. ഏത് രാജ്യവും എന്താണ് ചെയ്യേണ്ടത്?
സൈന്യത്തെ റെഡിയാക്കണം. യുദ്ധക്കളത്തിലേക്ക് പോരുവാൻ സൈന്യാധിപന്മാരെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നതിന് പകരം ഇവൻ എന്താണ് ചെയ്തത്? ഉപവാസം പ്രസിദ്ധമാക്കി. പ്രൈസ് ദി ലോർഡ്. രോഗം വരുമ്പോ വൈദ്യനെ അന്വേഷിക്കുകയല്ല അവൻ ചെയ്തത്. പ്രയാസം വന്നപ്പോൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയല്ല ചെയ്തത്. എന്റെ കയ്യിൽ പണത്തിന്റെ സ്വാധീനം എന്നുള്ളതല്ല അവൻ നോക്കിയത്, എന്റെ ശക്തിയുടെ ബലം എന്നുള്ളതല്ല അവൻ നോക്കിയത്. അവൻ ഉപവാസം പ്രസിദ്ധമാക്കി. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് വരാം. അവൻ ഉപവാസം പ്രസിദ്ധമാക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഉപവാസം പ്രസിദ്ധമാക്കി. അടുത്ത വാക്യം, സഹായം ചോദിപ്പാൻ യഹൂദർ അവൻ നോക്കിയപ്പോൾ ഈ രാജാക്കന്മാർ എന്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ രാജാവിനോട് അവൻ സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സഹായം നീ ആരുടെ അടുക്കലാണ് അഭ്യർത്ഥിക്കുന്നത്? സ്വത്രം സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ വായിച്ചത്. ആ സംഘടന എടുത്ത് വായിച്ചേ. ഞാൻ എന്റെ കണ്ണുകള് അതായി പ്രശ്നം. എവിടെ നിന്നെന്റെ സഹായം വഴി ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. നീ ഞാനും പർവ്വതങ്ങളിലേക്ക് സഹായം ഉയർത്തിക്കൊണ്ട് എവിടെ നിന്ന് വരുമെന്ന് നോക്കിയാൽ ദൈവജനമേ ഞാൻ ദൈവാഗ്രഹം കിട്ടത്തില്ല. നിനക്ക് സഹായം വരുന്നത് ഒരു പർവ്വതത്തിൽ നിന്നാണ്. ആകാശത്തെയും ഭൂമിയെ നിനക്ക് സഹായം വരും. അവന്റെ പ്രാർത്ഥന എവിടെ ചെന്നെത്തണം? സ്വർഗത്തിൽ ചെന്നെത്തണം. അവൻ ആരെ അന്വേഷിക്കാൻ ഇറങ്ങി? രാജാക്കന്മാർ അണിനിരന്നപ്പോൾ മഹാരാജാവിന്റെ അടുക്കൽ സഹായത്തിന് അഭ്യർത്ഥനയുമായി ചെല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേറ്റപ്പോൾ, ഭൂമിയിലെ അധിപതികൾ നിനക്ക് അതിനോട് വിരോധമായി എഴുന്നേറ്റപ്പോൾ, ഭൂമിയിലെ അധിപതികൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റപ്പോൾ, ഭൂമിയിലെ ജനങ്ങൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? ഉപവാസം പ്രസിദ്ധമാക്കണം. ഉപവാസം പ്രസിദ്ധമാക്കിക്കൊണ്ട് പറയണം, ഞാൻ രാജാവിനോട് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ എന്റെ ദൈവത്തോട് ഞാൻ ഇന്ന് രാത്രിക്കാലം ഇന്ന് വൈകുന്നേരം സഹായം അഭ്യർത്ഥിക്കാൻ പോവുകയാണ്. അടുത്ത വാക്യം വായിച്ചോട്ടെ. സ്വോത്രം. നീ ഉപവാസത്തിൽ ഇരുന്നാൽ എവിടെ നിന്നെല്ലാമോ ജനം നിന്നെ അടുക്കൽ വരും ഉപവസിക്കുവാൻ. നീ മുഴങ്കാൽ മടക്കിയാൽ നിന്റെ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കാൻ അനേകരെ ദൈവം വിളിച്ചു കൂട്ടും. നീ മുഴങ്കാൽ മടക്കാത്തതാണ് നിന്റെ പ്രശ്നത്തിന് പരിഹാരമില്ലാത്തത്. നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരണമോ? നീ മുഴങ്കാൽ മടക്ക. നിന്റെ പ്രശ്നത്തിന് പരിഹാരത്തിന് ദൈവം ജനത്തെ വിളിച്ചു കൂട്ടും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ സഭാവാന്തിയെ നിന്നുകൊണ്ട് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ അവന്റെ പ്രാർത്ഥനയാണ്. അവന്റെ പ്രാർത്ഥന എന്തായിട്ട് മാറി? അല്ല, അവന്റെ പ്രാർത്ഥന എന്തായിട്ട് മാറി? മതി. നമുക്ക് പ്രാർത്ഥന വേണ്ടത്. അവന്റെ പ്രാർത്ഥന എന്തായിട്ട് മാറി? മാറിയോ? എത്ര ശവമാണ് നിരന്നിടുന്നത്? പിറ്റേ ദിവസം രാവിലെ എഴുതണ എന്താ ശത്രു മുഴുവൻ എന്തായി തീർന്നു? ശത്രു മുഴുവൻ എന്തായി തീർന്നു? ശവമായെന്ന് പറ. ശത്രു എന്തായി തീർന്നു? ശത്രു മരിച്ചെന്നല്ല പറയുന്നത്. ശത്രു ശവമായി കിടക്കും. ശത്രുവിന് മരിക്കാൻ നേരമില്ല. ശത്രു ശവമാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. സ്വത്രം മരിക്കുന്നത് ശത്രുവല്ല, ശത്രു ശവമായി മാറും. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരായി നിൽക്കുന്ന ശത്രു ശവമായി മാറണമെന്നുണ്ടെങ്കിൽ നീ മുഴങ്കാൽ മടക്ക. നിന്റെ ദൈവം നിന്റെ സഹായത്തിന് എഴുന്നള്ളിയെന്ന് നിന്റെ ശത്രുക്കളെ ശവമാക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ നീ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയാം, നിന്റെ ഈ പ്രശ്നത്തിൽ പൊരുതുവാൻ നിനക്ക് ആവശ്യമില്ല.
വിശ്വാസം വരട്ടെ, വിശ്വാസം വരട്ടെ, വിശ്വാസം വരട്ടെ. ഈ പണയിൽ പോലും നിനക്ക് ആവശ്യമില്ല. ഈ പണയിൽ പോലും നിനക്ക് ആവശ്യമില്ല. അടുത്ത വാക്യം വായിച്ചാണ്. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളു. സ്ഥിരമായിട്ടൊന്ന് നിന്നാ മതി. എന്താ വേണ്ടത്? നിങ്ങൾ കേട്ട വചനത്തിൽ എന്തായിരിക്കണം? ശത്രുവിനെ കാണുന്ന ഓടി പിടിച്ച് പോകരുത്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. 8:8 പ്രാർത്ഥിക്കണം. എനിക്ക് അത്ഭുതം കാണണമെന്നുള്ള നിർബന്ധത്തിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇവിടെ പല അത്ഭുതങ്ങൾ കണ്ടില്ലയോ? സ്തോത്രം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു ഒത്തിരി അനുഭവങ്ങൾ കണ്ടിട്ടില്ലയോ? കണ്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ കാണാത്തതിന്റെ പ്രശ്നം എന്തുവാ? ദൈവത്തിന് കുഴപ്പമാണോ? നമ്മളിൽ എന്തോ കുഴപ്പമുണ്ട്. ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം, സ്ഥിരമായിട്ട് നിൽക്കണം. അതെ. അടുത്ത വാക്യം. ഇതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈ ദൈവം ഭയപ്പെടരുതെന്ന് പറഞ്ഞ എത്ര പ്രാവശ്യം പറഞ്ഞുള്ളൂ? ഭയപ്പെടരുത്. എന്തിനാ 360 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? ഓരോ ദിവസം പറയുന്നത് നീ പേടിക്കണ്ട, ഞാൻ നിന്റെ പുറകെ ഉണ്ട്. നീ ഭയപ്പെടേണ്ട, ഈ വിഷയത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ ഭയപ്പെടേണ്ട, ഞാൻ ഏറ്റു ഈ കാര്യം. സ്തോത്രം. നീ എന്റെ മകനും മകളുമാണ്. നിന്റെ വിഷയത്തിൽ, നീ വിഷമിക്കുന്ന വിഷയത്തിൽ നീ ഭാരപ്പെടേണ്ട, ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ ദൈവം വിഷയത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം നിങ്ങളുടെ വിഷയത്തിന് ഏറ്റെടുത്തിരിക്കുകയാണ്. സ്തോത്രം. നീ ഭയപ്പെടരുത്. ഈ വിഷയത്തിന് ഭയപ്പെടാതിരുന്നാൽ അവിടെ ദൈവം പ്രവർത്തിക്കും. ഹാലേലൂയ. വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ഭയം എങ്ങനെയാണ് വരുന്നത്? ഭയം എങ്ങനെയാണ് വരുന്നത്? കേൾവിയാൽ. ഉറക്കം പറ. ഭയം എങ്ങനെയാ? ഉറക്കം പറ. കേൾവിയാൽ എന്ത് വരുന്നു? ആര് കൊണ്ടുവരുന്ന ഭയം? ആരുടെ പ്രവർത്തിയ ഭയം? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ നമ്മളിൽ ഒരു ഭയം തന്നിട്ടുണ്ട്. ആ ഭയം എന്താണെന്നറിയോ? ദൈവഭയം മാത്രമല്ല, പാമ്പിന്റെ ഭയമുണ്ട്, നമുക്ക് വീട്ടിൽ മേളിൽ കയറിയ താഴോട്ട് വീഴുന്നുള്ള ഭയമുണ്ട്, പല ഭയമുണ്ട്. പിന്നെ ആ ഭയത്തിന് ശത്രുവിനെ നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. സ്തോത്രം. ഇപ്പൊ പണ്ട് എന്റെ വൈഫ് പറയാറുണ്ടായിരുന്നു, പണ്ടേ പോലെ ഞാൻ ഒന്നിനെ പറ്റിയും പേടിയില്ല. കാരണം എന്നെ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒന്നിനെ പറ്റി പേടിയില്ല. ഇപ്പോഴത് ഒട്ടും പേടിയില്ല. ഇപ്പൊ അതിനെക്കാട്ടി വേണ്ടി കള്ളാ കുടിക്കുന്നത്. കള്ളു കുടിക്കാനും പഠിക്കണം. സ്തോത്രം. കുടിക്കുന്നുള്ള നല്ല കള്ളു കുടിക്കണം. സ്തോത്രം. നല്ല സ്പിരിറ്റ് കുടിക്കുകയാണെങ്കിൽ നല്ല സ്പിരിറ്റ് ആയിട്ട് ഇരിക്കും. ഒന്നിനെയും ഭയക്കത്തില്ല. ഒരു പിശാച് വന്നിട്ട് എടുക്കല്. ഞാൻ പണ്ട് ഞാൻ 20 വയസ്സൊക്കെ 21 വയസ്സുണ്ട്. ഞാൻ അവിടെ ജോലി ചെയ്തോണ്ട് അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്തോണ്ട്. അപ്പം ഒരു പയ്യന് ആശ ബാധിച്ചു കൊച്ചി വെച്ച ഇവന് ടെറസിന്റെ മേളിൽ കയറി പല പ്രാവശ്യം വന്ന് മോനെയും പതിയൊക്കെ വായനൊക്കെ വരുന്നുണ്ട്. എന്നോട് പറഞ്ഞ് എനിക്ക് അതിനെപ്പറ്റി അറിയുന്നൊന്നുമില്ല. മോനെ ഈ കൈവരിയെ കയറി നിന്നുണ്ട്. 10 നിലയുള്ള ബിൽഡിങ്ങിന് കൈവരിയെ കയറിയതുകൊണ്ട് നിലത്തോട്ട് ഇപ്പം ചാടുമെന്ന് പറഞ്ഞിരിക്കുക. എല്ലാ എംപ്ലോയീസ് മുഴുവൻ കൂട്ടുക. ഞാനും ഓടി ബഹളം കണ്ടോ ഓടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവനെ കയറി നിൽക്കും. ഞാൻ ബെൽറ്റ് അങ്ങോട്ട് വീടിയിട്ട് അങ്ങോട്ട് കയറി ചെന്ന് ഇറങ്ങാന്ന് പറഞ്ഞു. നിന്ന് പോയി ചാടി ഇറങ്ങി പറഞ്ഞു. ഇറങ്ങി അത് പിറ്റേ നീ എന്നെ ബെൽറ്റ് കൂടി അടിക്കാൻ തുടങ്ങിയതിന് ഞാൻ പറഞ്ഞു ചാടും നോക്കി വെച്ചു. പിറ്റേ ദിവസം എന്നോട് ആൾക്കാർ പറഞ്ഞ് ഇവന്റെ അപ്പന്റെ അനിയന് ചത്തപ്പോഴ് അവന് ഈ ദഹിപ്പിച്ച സമയത്ത് ഈ അസ്ഥി ചാരം വാരി കൂട്ടത്തിൽ തലകോട്ടി കൊണ്ട് ഭയന്ന് പോയതാ. അതിന് അവന്റെ ഭൂതം കയറിയതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറില്ല വരട്ടെന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഒരേയും പതയിലും ചാടി നമ്മൾ ഈ ബർക്കോസിന്റെ സുശേഷത്തിലും പത്താഴ സുശേഷത്തിലും കാണുന്ന മാതിരി കണ്ണെല്ലാം തള്ളിച്ച് ബഹളങ്ങളെല്ലാം ആയി. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഇവനെ കൈക്കി അങ്ങോട്ട് പിടിച്ചു ചൂലി കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. എടുത്ത് അവന്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞ് മിണ്ടിപ്പോയക്കരുതെന്ന് പറഞ്ഞു. ഇവനവിടെ അനുഭവമില്ല. അത് കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് വന്നു. ഇത് ഞാൻ മനസ്സിലാക്കി ഇതങ്ങനെ ഇത് ഓടിയൊന്ന് പോയത്. പിന്നെ ഇവര് ഇത് അസുഖം വരുവാണ് എന്നെ വിളിക്കും. ഇവരൊക്കെ ഇവരെ ഓടിയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അതിനാണ് ഞാൻ ഈ അധികാരത്തെ പറ്റി പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അധികാരം തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഭൂതം പറയാനറിയായി ഈ
അവൻ പുത്തഞ്ചാൽക്കാരൻ കൊച്ചയപ്പിനെ കൊണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇറങ്ങി പോകത്തുള്ളൂ. ഒരു പൂവൻ വിളിച്ച് പറഞ്ഞതാ. നടരാജ 3 പൂവ ഒരുപോലെ ഒന്ന് ഡാൻസ് ചെയ്ത് എന്റെ മുന്നിൽ നിന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. സ്തോത്രം. നിങ്ങൾ ഒന്നിനെ കുറിച്ചും പേടിക്കാതിരുന്നാൽ മതി, ഭയപ്പെടരുത്. നിങ്ങളുടെ പ്രതികൂലമല്ല വലുത്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനാ വലുത്. ആരാണ് എന്റെ സഹായത്തിനുള്ളത് അവനാണ് വലിയവൻ. സ്തോത്രം. നിങ്ങളുടെ പ്രതികൂലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾ ആ പ്രതികൂലത്തിന്മേൽ സ്തോത്രം ജയം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന സൈന്യം ആരുടെ സൈന്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അതിലെ ഏരിയ പറയാണ്, കർത്താവ് നീ ഇവനെ കണ്ണൊന്ന് തുറക്കണം, ഇവനൊന്ന് കാണട്ടെ, എന്നോടുള്ള സൈന്യം വലുതാണോ അതോ താഴെ നിൽക്കുന്ന സൈന്യമാണോ വലുതെന്ന് ഇവനെ കണ്ണൊന്ന് തുറക്കണം. എന്റെ നിന്നെ കണ്ണൊന്ന് തുറക്കണം. നിങ്ങളോട് കൂടി ആരാ നിൽക്കുന്നതെന്നറിയാം. ഇന്ന് രാത്രികാലം ആ കണ്ണൊന്ന് തുറന്നു വരുമാറാകട്ടെ. ഈ കണ്ണ് തുറന്നു വരുമാറാകട്ടെ. സ്തോത്രം. എല്ലാവരും വായിച്ചാട്ടെ. സ്തോത്രം. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ. നോക്കിയേ, അവരോട് കൂടെ നേരെ യുദ്ധത്തിനായി എല്ലാവരും പറഞ്ഞേക്കുന്നത്. ദൈവം നിങ്ങളോട് കൂടെ. പിന്നെ അടുത്തത് യഹൂദ്യരൊക്കെയും എക്സ്രേ നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. സഹാത്യരും ഗോരഹ്യരും ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. പിന്നെ അവർ അധികാലത്തെ എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോവാസാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ ജനത്തോടെ ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിനു മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. മതി മതി. ഈ അവരുടെ സൈന്യത്തിന് നേരെ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഇതെന്തോ യുദ്ധം, ഇതെന്തോ യുദ്ധം. അടുത്തേക്ക് ആളെ ഇതെന്തോ യുദ്ധമാണ്. യുദ്ധത്തിന് വീരന്യമായിട്ട് നിൽക്കുക, വാളും പരിചയമായിട്ട് വരിക. ഇവിടുത്തെ വാളും പരിചയം എന്തുവാ? പാടുക, അവനെ വാഴ്ത്തുക. പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഇപ്പൊ പെണ്ണായി തീർന്നു, പാട്ടായി മാറി. പ്രാർത്ഥന കഴിഞ്ഞപ്പോ പാട്ടായി മാറിയപ്പോ ശത്രു ശവമായിട്ട് മാറും. നിന്റെ പ്രാർത്ഥന പാട്ടായിട്ട് വരുമ്പോ അവനെ ചൊല്ലിക്കുമ്പോൾ നീ പാട്ട് പാടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിനക്കെതിരെ നിൽക്കുന്ന ശത്രു ശവമായി മാറി. വിശ്വാസം വന്നോ? വിശ്വാസം വന്നോ തോന്നുന്നു. ഇല്ല, വിശ്വാസം വന്നില്ല. നമുക്ക് വേറൊരു വ്യക്തിയോടെ കണ്ടിട്ട് നമുക്ക് ഈ പി അങ്ങ് നിർത്താൻ പോവാണ്. സ്തോത്രം. എത്ര പി ഉണ്ട്? 3 പി. എന്തൊക്കെയാണ്? പാനിക്, പ്രയർ, പ്രൈസ്. ഇല്ലെങ്കിൽ 3 പായ എന്തൊക്കെയാണ്? പ്രതികൂലം, പ്രതികൂലം, പ്രാർത്ഥന. പ്രതികൂലം എന്തായിട്ട് മാറണം? പ്രാർത്ഥന എന്തായിട്ട് മാറണം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കും. പ്രതികൂലത്തിൽ പിറുപിറുക്കുന്ന പീ കൊണ്ടുവരാതിരിക്കണം. സ്തോത്രം. പ്രതികൂലത്തിൽ എന്ത് കൊണ്ടുവരണം? പ്രാർത്ഥന കൊണ്ടുവരണം. മറ്റേ പീ കളയണം. മറ്റേ പീ എന്തുവാ? പിറുപിറുപ്പ്. അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു പരിപാടിയാണ്. ആ പിറുപിറുപ്പ് എന്ന പീ മാറ്റിയിട്ട് പ്രാർത്ഥനയായിട്ട് പീ ഇടാമെന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന എന്തായിട്ട് മാറും? പാട്ടായിട്ട് മാറും. സ്തോത്രം, സ്തോത്രം. നമുക്ക് അപ്പോസ്തല പ്രവർത്തിക്കാത്തത് നിങ്ങൾക്കെല്ലാം പ്രസിദ്ധമായിട്ടുള്ള ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഓർമ്മിപ്പിച്ച് വിടുന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. അതിന്റെ 16-ാമത്തെ അധ്യായം. സ്തോത്രം. സ്തോത്രം. വലിയ പ്രതികൂലത്തിലായിരുന്നു. സ്തോത്രം. ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാത്ത അടിയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. സ്തോത്രം. അടി കിട്ടിയതാണെന്ന് പിന്നെയും വേണ്ടില്ല. ആമത്തിലാക്കി ഇട്ടിരിക്കുന്ന. സ്തോത്രം. ചങ്ങല ഇട്ട് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷന് അടി വാങ്ങിച്ച് 2 ശുശ്രൂഷകന്മാരും ശരിയായിട്ട് അടി വാങ്ങിച്ചിട്ടുണ്ട്. അടി വാങ്ങിയത് മാത്രമല്ല, സ്തോത്രം, അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? ചങ്ങലയിട്ട് പൂട്ടി വെച്ചിരിക്കുന്നത് മാത്രമല്ല, കാവൽ ആള് നിർത്തിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശത്രു ആപത്തിലാക്കിയത് മാത്രമല്ല, അവിടെ കാവൽ പട്ടാളത്തെ വരെ ആക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അകത്തെ തളത്തിലാണ് അവരെ പൂട്ടിയിട്ടിരിക്കുന്നത്. അവർ ആ പ്രതികൂല സാഹചര്യത്തിൽ അവര് പ്രാർത്ഥിക്കും.
അവരുടെ പ്രാർത്ഥന സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുണ്ടെങ്കിൽ ഓ സ്തോത്രം. അതിന് 24-ാമത്തെ വാക്യം വായിച്ചു. അവരിങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്ത് തടവിലാക്കി. ഓ അകത്തെ തടവിലാക്കി. പിന്നെ അവരുടെ ആമത്തിലിട്ട് പൂട്ടി. ആമത്തിലിട്ട് പൂട്ടി. പിന്നെ അർദ്ധരാത്രിക്ക് പൗലോസും സീലോസും പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിക്ക് പൗലോസും സീലോസും പ്രതികൂല സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവര് പെരുമറുത്തില്ല. ഓ ഈ പ്രതികൂല സാഹചര്യത്തിന് ആർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? എങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ആരാധിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ ചർച്ചില് ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത്. ആ ചർച്ചിലെ സ്വത്രം പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോ ഞാൻ കുറച്ചുപേരെ ഇവിടെ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഗ്രേസന്മാരെ കൂട്ടി കുറച്ചുപേരെ കൂട്ടിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അന്നേരം അവിടുത്തെ സെക്രട്ടറികളോട് പറയാ, ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇത്ര വലിയ നടന്നുകൊണ്ടിരിക്കുകയാണ്, മോനിച്ചാന്റെ ഒരു പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, കുഞ്ഞെ പ്രതികൂലത്തിൽ പ്രാർത്ഥിച്ചാൽ ആരെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥന പാട്ടായിട്ട് മാറും. അവിടുത്തെ പാസ്റ്ററിനെ പായ്ക്ക് ചെയ്യാൻ നോക്കിയപ്പോ സ്വത്രം അതിനെതിരായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ എഴുന്നേറ്റ് പറയുന്നതോ. സ്തോത്രം. സഭാരാധനയെ വിളിച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച സ്വത്രം. ഇടയനെ വെട്ടുവാൻ ഓങ്ങിയ വാള് നീ ഇടയനെ വെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തെ വിട്ടുപോകാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഒരെണ്ണം വായനക്കയില്ല പറയുന്നതോ. സ്തോത്രം. കർത്തൃദാസന് വിരോധമായി എഴുന്നേറ്റ ഒറ്റവരണത്തിന് വായനക്കുവാൻ സാധിച്ചില്ല. പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിക്കരുത്. സ്വത്രം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞ മാതിരി സമയം ചെലവഴിക്കുമ്പോ ആ ചെലവഴിക്കുന്ന സമയത്തിനൊത്തവണ്ണം ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നീ ആത്മാർത്ഥമായി ഹൃദയങ്ങളായി മനഃപൂർവ്വമായി പ്രാർത്ഥിക്കണം. നിന്റെ കാലഹാമത്തിലിരിക്കുകയാണോ? നിന്റെ ശത്രു ഉപദ്രവിക്കുന്നുണ്ടോ? നീ അകത്തെ തലത്തിലായിരിക്കുന്നുവോ? നിന്നെ അതിനെ ശത്രു ബന്ധിച്ച് ആക്കി വെച്ചിരിക്കുകയാണോ? നിനക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് നീ ചിന്തിക്കുന്നുവോ? അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ പിറുപിറുക്കാതെ പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രികാലം തീരുമാനമെടുക്കുന്നുവോ? ആ പ്രതികൂലത്തെ പ്രാർത്ഥനയാക്കി മാറ്റാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിന്റെ വായിൽ പാട്ട് തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വായിൽ പാട്ട് തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വായിൽ പാട്ട് തരും. ആ നിന്റെ പാട്ട് പ്രാർത്ഥന പാട്ടായിട്ട് മാറും. ഞാൻ എന്റെ ജീവിതത്തില് രക്ഷയില്ല എന്ന് കണ്ട് സ്തോത്രം മദ്യപിച്ച് ഞാൻ നശിക്കുമെന്ന് ചിന്തിച്ച സമയത്ത് സ്തോത്രം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇതിന് പ്രതിവിധി ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഇങ്ങനെ തുടങ്ങി ആ പ്രാർത്ഥനയൊന്നും അധികം അറിയത്തില്ല. ദൈവദാസന്മാരൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ദൈവം എന്റെ നാവിലൊരു പാട്ട് തന്നു. കുഞ്ഞാട്ടിൻ തീരു നമുക്കിത് കഴിഞ്ഞിട്ട് ഞാൻ പാടാൻ പോകണം. സ്തോത്രം. ആ പാട്ട് എന്റെ പാപത്തെ മുഴുവനും ക്ലീൻ ചെയ്ത് നിന്റെ ഹൃദയം ഒരു വെള്ളക്കടലാസ് പോലെ ആയിത്തീർന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമോ നിന്റെ പ്രതികൂലത്തെ അവൻ പാട്ടായിട്ട് മാറ്റും. ഹല്ലേലൂയ. ആ പാട്ട് വിടുതലിലേക്ക് നിന്നെ നയിക്കുന്നതായിരിക്കും. സ്തോത്രം. നമുക്ക് അവിടെ വായിക്കാം. സ്തോത്രം. അടുത്ത ഭാഗം വായിക്കണം. അവർ പ്രാർത്ഥിച്ചു. പിന്നെ അവരെന്ത് ചെയ്തു? ദൈവത്തെ പ്രതികൂലത്തെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം എന്ത് കൊടുത്തു? ശക്തിനെ കൊടുത്തു. ശക്തി കൊടുത്തപ്പോ എന്ത് പറ്റി? അടുത്ത നീ പാടുമ്പോൾ പലരും ശ്രദ്ധിച്ചു.
ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നെ പോലുള്ള ജനറൊക്കെയാ പിടിച്ചോണ്ട് വന്നെന്ന് വളരെ തടവുകാർ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അവൻ മോഷ്ടാവായിരിക്കും, കുലപാതകമായിരിക്കുന്നു, വളരെ തടവുകാർ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. ഇവരെന്തിനാണോ പാട്ട് പാടുന്നത്? തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഭൂകമ്പം കാണണമോ? മുഴക്കം കേൾക്കണമോ? മതി മതി മതി. മുഴക്കം കേൾക്കണമോ? ഭൂകമ്പം കാണണമോ? ആലരിയ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നത് കഴിഞ്ഞ രാത്രി കഴിഞ്ഞ ആഴ്ചയിൽ നാം കാണുവാനിടെ ആലരിയ സ്വത്രം. അവൻ നിന്റെ പ്രാർത്ഥന, ദാവീദിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ അവന്റെ ചെവിയിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അവൻ ആകാശം ചായിച്ചിറങ്ങി വന്നു. അവൻ ആകാശം ചായിച്ചിറങ്ങാതെ നീ പാടണം, നീ പ്രാർത്ഥിക്കണം, നിന്റെ പ്രാർത്ഥന പാട്ടായിട്ട് മാറട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.